സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധ്യൻ. നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിഴലായി എന്നും നീ കൂടെ, എന്നാത്മാവിൽ ചേർന്നലിയും കാറ്റിൻ ശ്വാസം, എന്നുയിരിൽ ലയമേകിടും പ്രേമത്തിൻ ലാസ്യം, നാം തമ്മിൽ അറിയും നിമിഷം മാത്രം. ഞാൻ വരുമീ പാതയിലായി നിൻമിഴി കാത്തു നിൽപ്പു, എന്നിമയറിയാതെ എന്നിവരായി എന്നും നീ കൂടെ. ഋഷി, ആർ യു ഹാപ്പി നൗ? നീ ഹാപ്പി അല്ലേ? നിൻ്റെ ആഗ്രഹം പോലെ തന്നെ കേക്ക് കട്ട് ചെയ്തു, ഫങ്ഷൻ നടത്തി. ഇനി ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ ഋഷി? ചോദിച്ചോ. നീ എന്താ ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ എനിക്ക് ഏകദേശം പിടിയുണ്ട്. എന്നാലും ഇനി അതല്ലെങ്കിലോ, അതുകൊണ്ട് നീ ചോദിച്ചോ. ഫൈൻ. ഒന്ന് ചോദിക്കാനും വേറൊന്ന് പറയാനും ഉള്ളത്. ഒരു കാര്യം വേറൊന്നുമല്ല, നീ എന്തിനാ ചൈതുവിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഉത്തരം എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്കറിയുകയും ചെയ്യാം. അപ്പയോട് ദ്രോഹം കാണിക്കുന്ന പോലെ ആവുമെന്ന് വിചാരിച്ചിട്ട് അല്ലേ? നിൻ്റെ ഈ സൈലൻസ് തന്നെയാണ് അതിനുള്ള ഉത്തരം. എൻ്റെ പൊന്ന് ഋഷി, നിങ്ങളുടെ കാര്യം അപ്പയ്ക്ക് ഓൾറെഡി അറിയാം. ഞാൻ പറഞ്ഞു. അപ്പം എന്ത് ഹാപ്പി ആയിരുന്നെന്നറിയും ഇക്കാര്യം അറിഞ്ഞപ്പോൾ. വന്നുടനെ നിന്നെയൊക്കെ രണ്ടിനെ പിടിച്ച് കെട്ടിക്കണമെന്നാണ് അപ്പം പറയുന്നത്. അതുകൊണ്ട് അക്കാര്യം ഓർത്ത് പൊന്നുമോൻ ടെൻഷൻ അടിക്കണ്ട. ഇനി നിനക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കുടിച്ച് പിറ്റായി എവിടെയോ നടക്കുന്ന സാധനത്തിനെ മെരുക്കിയെടുക്കാമെന്ന്. അവനേതായാലും രണ്ടും കളിപ്പിച്ച നാളെ തന്നെ പോകുമെന്ന് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് എന്താ ഏതാന്നൊക്കെ വെച്ചാൽ നീ തന്നെ അങ്ങ് ചെയ്തോണം. ഓ പിന്നെ എൻ്റെ പൊന്നാശു, നീ വെറുതെ തമാശയ്ക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, ചൈതുവിനെ ഇഷ്ടമാണ്, ഞങ്ങളുടെ റിലേഷൻ നിനക്ക് ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ അപ്പം സമ്മതിക്കുമെന്നാണോ? നടക്കുന്ന കാര്യമല്ല പറയേണ്ട ആശു. ഒരിക്കലും അപ്പം ഇതിന് സമ്മതിക്കാൻ പോകുന്നില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്.
പിന്നെ നീ എന്നെ സമാധാനിപ്പിക്കാനും അവനെ സമാധാനിപ്പിക്കാനും വേണ്ടി ഇങ്ങനൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റ് അത് നമ്മുടെ ഫാമിലിക്ക് പ്രശ്നമായിട്ട് വരുന്നത്. അതുകൊണ്ട് നീ ഈ കള്ളം ഒന്ന് വിട്ടേക്ക്. ഇത് വിശ്വസിക്കാൻ തൽക്കാലം എനിക്ക് വഴിയില്ല. ആ അതെ, നീ ഇതൊക്കെ തന്നെ പറയുന്നു, ഞാനിത് ഉണ്ടാക്കിയതാന്ന് പറയുന്നു, നീ അങ്ങനെ വിചാരിക്കുന്നൊക്കെ എനിക്ക് മുന്നേ അറിയാം മോനെ ഋഷി. അതുകൊണ്ട് തന്നെ അപ്പം നിന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നീ വിളിച്ചു നോക്ക്, അന്നേരം നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവും. വിളിച്ചിട്ട് ഇത് അപ്പുറത്ത് വന്നാൽ മതി, ഞാൻ അവിടെ കാണും കേട്ടോ. ഇനി ഇവൻ പറയുന്ന സത്യമായിരിക്കും. എൻ്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ അപ്പയുടെ മുഖത്ത് നോക്കും? സത്യമാണോ കള്ളമെന്ന് അറിയത്തില്ലല്ലോ. ഇവന്മാർ രണ്ട് പഠിച്ച കള്ളന്മാരാ കൊച്ചിലെ തൊട്ടെ. അതുകൊണ്ട് തന്നെ വെറുതെ ആശു ഇങ്ങനെ പറയത്തില്ല. എന്തായാലും ആവട്ടെ, അപ്പയൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചാലേ അറിയാവൂ അറിഞ്ഞോ അറിഞ്ഞില്ലേ അതിന് വേറെന്തെങ്കിലും ആണോ എന്നൊക്കെ. പക്ഷെ അപ്പ രാവിലെ എന്നെ വിഷ് ചെയ്യാൻ നേരത്തും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. മനഃപൂർവ്വം പറയാത്തയാണോ? ഓ, ഇതൊക്കെ കൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇനി എന്തായാലും ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി ഇത് സത്യമാണെങ്കിൽ ഏതായാലും വിളിച്ചു നോക്കാം. വിളിച്ചാലേ പറയുന്ന പോലെ അറിയാൻ പറ്റത്തുള്ളൂ. ദൈവമേ, അവൻ പറഞ്ഞതെല്ലാം നുണയായിരിക്കണേ. Hey guys, today ഇത് നമ്മുടെ ഋഷിയുടെ ബർത്ത്ഡേ ആണ്. ഓൾമോസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ പോയി തുടങ്ങി. എന്തായാലും ഇത് നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സും ആൻഡ് ഹിസ് ക്ലോസ് ഫ്രണ്ട്സും ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിനി കുറച്ച് ഫങ്ഷൻസ് അവർ ഫാമിലി മെമ്പേഴ്സ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ. നമുക്കിനി അതിലോട്ട് പോവാം അല്ലേ? ആഹാ, ഡാൻസ് ഒക്കെ ഉണ്ടോ ആശു? എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ, അത് ഞങ്ങളാരും പ്ലാൻ ചെയ്ത കാര്യമല്ല, നിൻ്റെ അളിയനുണ്ടല്ലോ, അവൻ തന്നെ പ്ലാൻ ചെയ്ത് അവൻ തന്നെ കളിക്കുന്ന ഡാൻസാണ്. അല്ലാണ്ട് വേറെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒന്നുമില്ല. പിന്നെ അതെൻ്റെ പുള്ളിക്കാരി അനൗൺസ് ചെയ്തപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. ഓ, അങ്ങനെയാണല്ലേ. അവൻ ഡാൻസ് ഒക്കെ കളിക്കുന്ന കൂട്ടത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ലണ്ടനിലൊരു പ്രോഗ്രാം, ഒരു കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്നേരം കണ്ടതാ. നന്നായിട്ട് കളിക്കും. എടാ പൊട്ടാ, നീ ഇത് ഏത് ലോകത്താ? അതല്ലേ അവന്മാരകത്തുനിന്ന് പറഞ്ഞത്. നീ തൃശ്ശൂർ പറഞ്ഞൊന്നും കേട്ടില്ലേ? അവൻ ഡാൻസ് കളിക്കാൻ പോവാ, അതിൻ്റെ കോസ്റ്റ്യൂമാ ആനയാ ചേനയെന്നൊക്കെ. അത് തന്നെയാ, വേറെന്താ? നിനക്കറിയാലോ അവനെ, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചാടിത്തുള്ളി നിൽക്കും. അതിൻ്റെ അത് അല്ല, ചൈതു ഇവിടെ അല്ല, മോൻ കുറച്ച് കുടിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അവൻ സേഫാ. ഇതോ മുസാൻ്റെ അടുത്തുണ്ട്, മുസാൻ അവനെ നോക്കിക്കോളും. പിന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണനുണ്ട്, അവർ രണ്ടുപേരും മതി അവനെ നോക്കാനായിട്ട്. അല്ല ആൻറ്റി, ത്രിലോക് എന്താ വരാത്ത? എന്താ ഞങ്ങളോടവന് ദേഷ്യം വല്ലതും ഉണ്ടോ? നല്ല ചോദ്യം. ദേഷ്യമൊന്നുമല്ല, പേടിച്ചിട്ടാ. ഞങ്ങൾ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വരാവുന്ന വരക്കത്തിനെ മുടക്കാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചതാ. അവരത് പറയും, അവരിത് പറയും, അവർ തല്ലാൻ പഠിക്കത്തില്ല, അവരെങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് അറിയത്തില്ല, ബോംബെറിയും ആന എറിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കാര്യം പറച്ചിലായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ കൺവീൻസ് ചെയ്തിട്ടാണ് ഞങ്ങളെ തന്നെ പോകുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേന്നും പറഞ്ഞാൽ വിട്ടത്. പിന്നെ കമ്പനിയിൽ എന്തോ 2-3 മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ആവശ്യമൊക്കെ ആയിട്ട് പോയതാ. വിഷ്ണു അവിടെ ഇല്ലെങ്കിലും ചെറുക്കനൊരു സമാധാനം കൊടുക്കത്തില്ല. 24 മണിക്കൂറും വിളിച്ച് കമ്പനിയിൽ പോ, അവിടെ പോ, ഇവിടെ പോ, അത് നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തൊല്ലയായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ അവൻ കൂടുതലും വരാത്ത. പിന്നെ എങ്ങാനും ഇന്ന് ലീവ് എടുത്താൽ എവിടെ പോകുന്നതെന്ന് പറയേണ്ടി വരും. വിഷ്ണുവിന് അറിയത്തില്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കാര്യം. അതുകൊണ്ടാണ് പിന്നെ അവൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർബന്ധിക്കാണ്ടിരുന്നത്. ഓ അങ്ങനെ, അതേതായാലും നന്നായി. ഇനിയിപ്പോൾ ഇവിടെ വന്നതെന്നറിഞ്ഞിട്ട് അങ്ങനൊരു ഇഷ്യൂ ഇനി വിഷ്ണുദാസ് ഉണ്ടാക്കണ്ട. എൻ്റെ പൊന്നാൻറ്റി, ഒന്നും തോന്നരുത്, വെറുത്തുപോയി. അതുകൊണ്ടാണ് ഈ പേരായിട്ട് കയറി വരുന്ന വായിൽ. കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പോഴും അങ്കിള് കാരണം, ആൻറ്റിയുടെ ഹസ്ബൻഡ് കാരണം ഞങ്ങൾക്ക് നഷ്ടം കോടികളാണ്. ആൻറ്റി അറിഞ്ഞോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. മേ ബി ആൻറ്റി ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞാണ്. ഞങ്ങൾക്ക് 10,500 കോടി നഷ്ടം വന്നേക്കുന്നത്. 2-3 ഡീൽ അവർ ക്യാൻസൽ ചെയ്തിട്ട് പോയി, ആ ഒരു പെറ്റീഷൻ കാരണം. പോയതൊക്കെ പോയി. അപ്പ പറഞ്ഞു ഇതിൻ്റെ പുറകെ പോരുതെന്നാ. ഇല്ല മോനെ, എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല. ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാവും. പിന്നെ വിഷ്ണുവിൻ്റെ ഒരു ക്യാരക്ടർ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ മോൻ എന്താ പറയുന്നതെന്നും
മോൻ്റെ ന്യായം എന്തൊക്കെയാന്നൊക്കെ പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ട. എനിവേ താങ്ക് യു. ഇതിൽ കൂടുതലൊന്നും മോൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാതിരുന്നതിന്. എനിക്ക് ആരും പറഞ്ഞറിയാം മോൻ്റെ ക്യാരക്ടറൊക്കെ, പക്ഷേ ആ ക്യാരക്ടർ ലെവലിൽ മോൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിന് താങ്ക് യു സോ മച്ച്. വിഷ്ണുവിന് കുറച്ച് എടുത്തുചേട്ടം കൂടുതലാണ്. മേ ബി മറ്റാരെക്കാളും ഇപ്പം ആരുവിന് നന്നായിട്ട് അറിയാം. ആരും അവിടെ ഉള്ളതാണല്ലോ. പിന്നെ നേരത്തെ അകത്തുനിന്ന് പറഞ്ഞല്ലോ ആരു പോയതിന് ശേഷം ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നില്ല എന്ന്. അതിൻ്റെ ദേഷ്യമൊന്നും ഒരിക്കലും നിങ്ങൾ വച്ചേക്കരുത്. വിഷ്ണു അവനെ വീട്ടിൽ നിന്ന് പുറത്തു വിടത്തില്ല. അവൻ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നത് തന്നെ. വിഷ്ണുവിന് അവന് പഠിക്കണം, ജോലി വാങ്ങണം, അതൊക്കെ ഭയങ്കര വാശിയാണ്. പക്ഷേ അവനെങ്ങാനും പുറത്തിറങ്ങിയാൽ നിങ്ങളാരെങ്കിലും കണ്ടാലോ എന്നുള്ളൊരു പേടിയും, പിന്നെ നിങ്ങളോടുള്ള വാശി പുറത്താന്ന് വേണമെങ്കിലും പറയാം. ഇതൊക്കെ കൊണ്ട് അവൻ ആരുവിനെ വീട്ടിൽ നിന്ന് അനങ്ങാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ കൊണ്ടാ, അല്ലാണ്ട് ആരും മനഃപൂർവ്വം വരാതിരുന്നതല്ല. മോനത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ഓക്കെ ആൻറ്റി, കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാവും ആൻറ്റിയുടെ സിറ്റുവേഷൻ, ആൻറ്റി പറയുന്നത് എന്തൊക്കെയാണെന്നൊക്കെ. ഇറ്റ്സ് ഓക്കെ, അത് സാരമില്ല. പിന്നെ വിഷ്ണുദാസ്, ഐ മീൻ ആൻറ്റിയുടെ ഭർത്താവിന് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണെന്നല്ല, അത് കുറച്ച് ഓവറാണ്. പിന്നെ എല്ലാം ഇപ്പം കുഴപ്പമില്ലല്ലോ, നോക്കാം. ഒരു മിനിറ്റ് ആൻറ്റി. സെലീന, ഡാൻസ് തൃശ്ശൂരിലൂടെ ഡാൻസ് കളിക്കുന്നില്ലേ? നമ്മുടെ ചെറിയ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി മെയിൻ ഗസ്റ്റൊക്കെ പോയി. അവരൊക്കെ കുറച്ച് ബിസി ആയിട്ടുള്ള ആൾക്കാരല്ലേ. എന്നാ തുടങ്ങാൻ പറ. ആശു, നീ ഒന്ന് വന്നേ. മുഖത്ത് നല്ല ചിരിയൊക്കെ ഉണ്ടല്ലോ. എന്താ അപ്പേ വിളിച്ചോ? നിന്റെ ഡൗട്ടൊക്കെ തീർന്നല്ലോ. എൻ്റെ പൊന്ന് ഋഷി, ഇക്കാര്യം നീ മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ ആ ചൈതു ഇങ്ങനെ കുടിച്ച് ഷോക്ക് അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. എടാ, അപ്പയ്ക്ക് നിൻ്റെ കയ്യിൽ അവനെ പിടിച്ചേൽപ്പിക്കുന്നേക്കാൾ വലിയ സന്തോഷമൊന്നും വേറെ ഇല്ല. ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ അപ്പ പറഞ്ഞ എന്താണെന്നറിയോ? ഈ ലോകത്ത് ഇതറിഞ്ഞ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന ഞാനാ. അതെന്താ ഋഷി ചിന്തിക്കാത്തതെന്ന്? നിൻ്റെ ഓവർ തിങ്കിങ് എല്ലാത്തിനും കാരണം. ഏതായാലും ഇപ്പം എല്ലാം ഓക്കെ ആയല്ലോ. എന്നിട്ട് അപ്പ എന്ത് പറഞ്ഞു? എന്തു പറയാ, ഞാനെല്ലാം പറഞ്ഞു. അവ അടിച്ച് പൂക്കുറ്റിയായിട്ട് നടക്കാം. എന്തായാലും ഞാൻ ഇന്നലെ കുറച്ച് കാര്യം പറഞ്ഞായിരുന്നു അവനോട്. അത് നിന്നോട് പറഞ്ഞാണല്ലോ. ഫസ്റ്റ് വിഷ് തരാൻ വന്നപ്പോഴത്തേക്കും പറഞ്ഞതാ. ഞാനിതൊക്കെ ചിന്തിച്ചിട്ടാ പറഞ്ഞേ. ഇതിപ്പോൾ ഇങ്ങനെ ആവുമെന്ന് ഞാൻ കരുതിയോ? അതിൻ്റെ ചെറിയ ഇതൊക്കെ കാണും പുള്ളിക്കാരൻ. അതൊക്കെ ഞാൻ അപ്പയോട് പറഞ്ഞു. അപ്പ പറഞ്ഞു എനിക്ക് തലയ്ക്ക് സുഖമില്ലാന്ന്. പിന്നെ പറഞ്ഞു എങ്ങനെയാന്ന് വെച്ചാൽ കൺവിൻസ് ചെയ്തെടുത്തോ, അപ്പം വന്നുടഞ്ഞ കല്യാണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തി വെക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞേ. എനിക്കൊരു പിടിയില്ല. എനിക്കിതൊക്കെ അറിഞ്ഞപ്പോൾ തൊട്ട് കൈയും കാലും വിറയ്ക്കുക. ഞാൻ ഇത്രയൊക്കെ വിളിച്ചു പോയി പറഞ്ഞിട്ട് ഞാൻ ഇനി എങ്ങനെയാണ് അവൻ്റെ മുമ്പ് പോയി നിൽക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം എങ്ങനെ അവൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യും? അപ്പ അറിഞ്ഞ കാര്യം അവൻ ഏതായാലും അറിഞ്ഞിട്ടില്ല. അത് അപ്പ എന്നോട് പറഞ്ഞു. അവൻ വിളിച്ചാൽ നേരെ ചൊവ്വയല്ല അപ്പായോട് സംസാരിക്കുന്നതെന്ന്. ബോധമല്ലാണ്ട് എന്തൊക്കെ വിളിച്ച് പറയാമെന്ന്. അപ്പ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. എനിക്കൊരു പിടിയില്ല. എന്തോ ചെയ്യുന്ന അപ്പ എന്നോട് പറഞ്ഞു അവനെ വിളിച്ചുകൊണ്ട് ഫാം ഹൗസിൽ പോകാനാ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. ഏതായാലും നാളെ അവൻ പോകണമെന്നും പറഞ്ഞാൽ നിൽക്കുന്നത്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നീ ഇന്ന് രാത്രി അവനെയും കൊണ്ട് ഫാം ഹൗസിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും അവൻ അടിച്ച് പൊക്കിറ്റിയാ. അവന് എന്തായാലും ഇതിനെ എതിർക്കാൻ വഴിയില്ല. നീ നൈസിന് അവന് ബോധമില്ലല്ലോ. അവനെ കൊണ്ടങ്ങ് പൊക്കോ. പിന്നെ നാളെ രാവിലെ ഉണരുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തെടുത്താൽ മതി. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത മനുഷ്യരില്ലല്ലോ. പിന്നെ മുസു നാളെ പോകുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്നോടവൻ പറഞ്ഞു മുസു അവനുമായിട്ടുള്ള റിലേഷനൊക്കെ നിൻ്റെ അടുത്ത് അഭിനയിച്ചാന്ന് പറഞ്ഞു എന്ന്. അവൻ നാളെ പോവും. അവന് എന്തൊക്കെയോ ആവശ്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ അവളെന്ന് പോവും? ആര്? കുഷിയോ? കുഷി നാളെ പോവും. അനാമികനെ ഡ്രോപ്പ് ചെയ്തിട്ട് കുഷിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൾ നാളെ പോവും. അതല്ല, ഇതിപ്പം ഞാൻ അവനെ കൊണ്ട് ഫാം ഹൗസിൽ പോയാൽ അത് ശരിയാവോ? രാവിലെ അവ എണീക്കുമ്പോഴത്തേക്കും വീണ്ടും സീനാവത്തില്ലേ? ഓ, അതൊന്നും ആവത്തില്ല. നീ എങ്ങനെ ആവുകയാണെങ്കിൽ നീ ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? അപ്പോൾ നീ ഇനിയിപ്പോൾ നാളെ ഫാം ഹൗസിൽ പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ വരുന്നത്? അല്ല, ഇവിടെ നിന്ന് നല്ല ദൂരെയല്ലേ, അതുകൊണ്ടാണ് ചോദിച്ചേ. ഞാനവനെ കൺവിൻസ് ചെയ്ത് ഓക്കെ ആക്കി ഉടനെ അങ്ങ് വരും. അവനോട് സംസാരിക്കാൻ എന്തായാലും ടൈം എടുക്കും. അവൻ്റെ ക്യാരക്ടർ വെച്ച് അവൻ ഇനി മെരുകി തരാനായിട്ട്
ചാൻസ് കുറവാ. ഞാൻ അത്രയ്ക്ക് ഓവറാക്കി ഇന്നലെ പറഞ്ഞു വെച്ചത്. ആ എന്തായാലും അവനെ കൺവിൻസ് ചെയ്തെടുക്കാൻ പോവാ. എനിക്ക് അവനെ കിട്ടുമെന്ന് ഉറപ്പായി. കുറച്ചുകൂടി ജലസേറ്റി വെക്കാം. അതായിപ്പോൾ എൻ്റെ പ്ലാൻ. എൻ്റെ പൊന്ന് ഋഷി, നീ ഇനി ആവശ്യമില്ല തേണിയെന്ന് എടുത്ത് വെക്കില്ലേ. നീ ഇനിയും ജലസേറ്റി കഴിഞ്ഞാൽ അവ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന പോലും അറിയത്തില്ല. ഒന്നാമത് അടിച്ച് പുകുറ്റിയായിട്ട് നിൽക്കുന്നത്. ഇപ്പം നീ ഏതെല്ലാം പണിക്ക് നിൽക്കണ്ട. നീ വാങ്ങും ഫാം ഹൗസിൽ പോയിട്ട് എന്ത് തേങ്ങയെന്ന് വെച്ചാൽ കാണിച്ചോ. ഇപ്പം ഇവിടെ നിന്ന് നീ അവനെ ജലസേറ്റുന്ന രീതിയിൽ കുഷിയുടെ ഒന്നും കാണിക്കരുത്. എടാ അല്ലേലേ പൊളിഞ്ഞ് നിൽക്കുക മൊത്തത്തിൽ. എനിക്കതാണല്ലോ വേണ്ടേ എൻ്റെ പൊന്നാശു. ഈ എക്സ്ട്രീം ലെവൽ പീക്ക് ലെവൽ എന്നൊക്കെ കേട്ടില്ലേ, അതിലാവ ഇപ്പം നിൽക്കുന്നത്. കുറച്ചുകൂടെ വേവ് കയറ്റി കൊടുക്കുമ്പോൾ ഇപ്പോഴല്ലേ പറ്റത്തുള്ളൂ അവനെ ജലസടിപ്പിക്കാൻ. ഞാൻ അവന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അതിന് പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാ. ആ ആയിക്കോട്ടെ. ഇതേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഏറ്റവും ലാസ്റ്റ് മൂലയ്ക്ക് വരുന്നു മോങ്ങുന്ന ഞാൻ കാണരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. അവന് വാശിയേറിയ വാശിയാണ്. ഏറ്റവും ലാസ്റ്റ് അവൻ ശരിക്കും മുസാനെ കയറി പ്രേമിച്ചുണ്ടല്ലോ, നീ ഇവിടെ മാനത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും. കാരണം മുസാനെ ഓൾറെഡി അവനോട് ചെറിയൊരു ക്രഷുണ്ട്. അത് നീ മറക്കരുത്. ഉണ്ടോ ഉണ്ടായിരുന്നോ? ഏതായാലും അവൻ ഇപ്പോൾ ചൈതുവിനോടൊന്നുമില്ല, വെറും ഫ്രണ്ട്സാ. അത് ഉറപ്പാ. അവനിപ്പോ തൃശ്ശൂരിനോടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 24 മണിക്കൂറും തൃശ്ശൂരിൻ്റെ പറയാം. തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, ചെറുതായിട്ട് പ്രപ്പോസൽ ചെയ്യും പോലെ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിച്ചു വന്നു. മേ ബി, എനിക്ക് ഉറപ്പാ മോനെ, അവന് തൃശ്ശൂരിനെ ഇഷ്ടമാണ്. തൃശ്ശൂർ പറഞ്ഞത് ചേട്ടൻ പൊളിയില്ലേ, എന്താ കുഴപ്പമെന്നാ പറഞ്ഞത്. എങ്ങനെ സെറ്റായിരിക്കും അല്ലേ? എന്ത് സെറ്റായിരിക്കും? അങ്ങനെയൊന്നും അവന് വേറെ ആരും ചേരത്തൊന്നുമില്ല. മുസാൻ അങ്ങനെയൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. പിന്നെ പിന്നെ നീ ഇതും മിണ്ടായിരുന്ന ഋഷി, അല്ലല്ലേ ഞാൻ സമാധാനം പോയി നിൽക്കുക ഒരു ഡാൻസിനെ കുറിച്ച് ഓർത്തിട്ട്. റൊമാൻറ്റിക് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അവന് മുസാന് തൃശ്ശൂരിൻ്റെ അടുത്ത് പ്രേമം പോലും. നീ എൻ്റെ ഉള്ള സമാധാനം കൂടെ കളയോ? ആഹാ, ഇപ്പൊ ഇങ്ങനെയാ? നിന്റെ സമാധാനത്തിനാണോ പോകുന്നത്? എടാ ഞാൻ എന്നെ സംശയം സത്യമായിട്ട് പറഞ്ഞതാ, സംശയമല്ല. അത് തൃശ്ശൂർ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. മുസാനെ ഏകദേശം അതുപോലെയൊക്കെ സംസാരിച്ചെന്നു. എന്തായാലും നീ വാ, തൃശ്ശൂരിൻ്റെ ഡാൻസ് ആവാൻ സമയമായി. ഇതും അവന്മാരെല്ലാം അങ്ങോട്ട് കയറുമോ? വാ. അപ്പം മുസാനെ നാളെ തന്നെ ഇവിടെ നിന്ന് കെട്ടിക്കണം. തൃശ്ശൂർ എൻ്റെ അടുത്തല്ല ഐ ലവ് യു പറഞ്ഞേക്കുന്നത്, അല്ലാതെ വേറെ ആരുടെ അടുത്തല്ലല്ലോ. പിന്നെ ഞാനെന്തിനു മേടിക്കണം? ഇനി ഡാൻസിന് എന്താണാവോ കാണിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ കിളി പറക്കാതിരുന്നാൽ മതി. ഹലോ, അപ്പൊ നമുക്ക് ഒരു ഡാൻസ് കാണാം അല്ലേ? ആക്ച്വലി നേരത്തെ ഞാൻ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒരുപാട് പെർഫോമൻസ് ഒന്നുമില്ല. പക്ഷെ ഇത് നമ്മുടെ തൃശ്ശൂർ പ്ലാൻ ചെയ്തൊരു പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ ലെറ്റ്സ് ബി വെൽക്കം തൃശ്ശൂർ ആൻഡ് അനാമിക ടു ദി സ്റ്റേജ്. എല്ലാവരും അവരുടെ വണ്ടർഫുൾ ഡാൻസ് ആൻഡ് റൊമാൻറ്റിക് പെർഫോമൻസ് കണ്ടിട്ട് മാത്രമേ പോവാവൂ. ഇത് പെർഫെക്റ്റ്ലി ഒരു ഡാൻസ് ആണെന്നൊന്നും തൃശ്ശൂർ പറയരുതെന്ന് എടുത്തു പറഞ്ഞു. ഇതൊരു റൊമാൻറ്റിക് സീക്വൻസ് ഒക്കെ ഉള്ള ഒരു ഡ്രാമ പ്ലസ് ഡാൻസ്, അങ്ങനെ പലതും. ഇതെന്തെന്നും ഏതെന്നും ഡിസൈഡ് ചെയ്യാനുള്ള അനുവാദം കാഴ്ചക്കാർക്ക് വിട്ടു തന്നിരിക്കുകയെന്നാണ് തൃശ്ശൂർ നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. സോ ലെറ്റ്സ് സീ തൃശ്ശൂരും അനാമികയും കൂടി എന്ത് മാജിക്കാണ് നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, ആക്ച്വലി ഞാനിങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടിട്ടില്ല ഡാൻസിൻ്റെ കൂടെ ബാക്കി. അപ്പോൾ നിങ്ങളും എന്നെ പോലെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വാ കാണാം. നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ.
നിശാഗന്ധി പൂത്തുലഞ്ഞു നീലാവിന്റെ കൂടുറങ്ങി ഇന്നല്ലയോ രതി പാർവണം നിശാഗന്ധി പൂത്തുലഞ്ഞു നിലാവിന്റെ കൂടൊരുങ്ങി ഇന്നല്ലയോ രതി പാർവണം അരികത്ത് നീ വരുമ്പോൾ തുളുമ്പുന്നു രാഗപാത്രം അനശ്വരമീ വസന്തം മനഘുമിന്നാത്മദാഹം മധുമധുരിമയായ യൗവനം ദിൽറുബാ ദിൽറുബാ ഇനി സംഗമോത്സവം ഓ പാദശാ ഇത് സ്വർഗസംഗമം എടുക്കുമ്പോളായിരങ്ങൾ കൊടുക്കുമ്പോളായിരങ്ങൾ മലരമ്പുകൾ ഉലകങ്ങളായി എടുക്കുമ്പോൾ ആയിരങ്ങൾ തൊടുക്കുമ്പോൾ ആയിരങ്ങൾ മലരമ്പുകൾ ഉലകങ്ങളാ ഒരിക്കലും മായുകില്ലേ അനവദ്യമോഹരാത്രി ഒരിക്കലും വായുകില്ലീയനെ വജ്രമോഹരാത്രി പാൽക്കടലലയായി എൻ മനം പാദശാ ഓ ദിൽറുബാ ഇനി സംഗമോത്സവം പാദശാ ഇത് സ്വർഗസംഗമം നിന്റെ അഴകിലെ അഗ്നിരേഖയിൽ വീഴുവാൻ വരും ശലഭമാണു ഞാൻ എന്തോ മുസാനേട്ടാ, എന്തിനാ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? ഞാനെന്തോ ചെയ്തേ? ആ ഡാൻസ് തീന്നപ്പോഴത്തേക്കും പിടിച്ച് വിളിച്ചോണ്ട് വന്നതാ. അവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. അവരൊക്കെ എനിക്ക് കൊള്ളായിരുന്നു എന്ന് പറയുന്ന പോലും കേൾക്കാൻ സമ്മതിച്ചില്ലല്ലോ. മുസാനേട്ടൻ എന്തുവാ? ആ കൊള്ളായിരുന്നു, നല്ല ശുഭമായിരുന്നല്ലോ. ഇതേ എന്റെ വായിന്നൊന്നും കേൾക്കരുത്. എന്തുകൊണ്ടാ നീ അവിടെ എടാ എന്തുവാ നീ അവളോട് അവിടെ കാണിച്ചു കൂട്ടിയത്? അത് ഡാൻസ് ആണോ? അപ്പൊ ഡാൻസിന് എന്തെന്ന് പറയും? ഓ, അതറിയാനാണ് എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. എൻ്റെ പൊന്നു മുസാനേട്ടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നതാ ഇത് വെറും ഒരു ഡാൻസ് അല്ല എന്ന്. സെക്കൻഡ്, ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ ഡാൻസിൻ്റെ സ്റ്റെപ്സ് ഒന്നും പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ പാട്ട് മാറ്റിയായിരുന്നു. അതുകൊണ്ടാണ് ഇതിനകത്ത് റൊമാൻറ്റിക് സീക്വൻസ് കുറച്ച് കൂടുതലായതും അനൗൺസ് ചെയ്ത ചേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ അത് എടുത്തെടുത്ത് പറയിപ്പിച്ചതും. എന്നിട്ടും ഇങ്ങനെ ചോദിക്കുന്നെങ്കിൽ നിങ്ങളുടെ തലയിൽ ആൾ താമസമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നതാണല്ലോ. ആ അനുവിനാണെങ്കിൽ സ്റ്റെപ്സൊക്കെ പഠിക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ അവളെ കളിച്ച സ്റ്റെപ്പിനെ അവളെ കൊണ്ട് ഞാൻ പഠിപ്പിച്ചെടുത്തത് പിന്നെയാണ്. ആ അതേതായാലും നന്നായി. ഏതായാലും ഋഷി ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തേ കാണത്തില്ല. അവിടെ നിന്ന് മിക്ക ആൾക്കാരെയും വായില്ല തുറന്നായിരുന്നു ഈച്ച കയറിപ്പോവാൻ കണക്കിന്. എൻ്റെ മോനെ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊക്കെയായിരുന്നു അടുത്തു പോയി നിൽക്കുന്ന മുഖത്ത് തടവുന്ന്. എൻ്റെ അമ്മയെ കിസ് ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ രണ്ടും കൂടി. ഈ കാശിന്റെ മുഖം നീ കാണേണ്ടായിരുന്നു. മിക്കവാറും ഇമാതിരി ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ അവൻ നിന്നെ ഇടിച്ച് പഞ്ഞിക്കിടുന്നത് തോന്നുന്നു. നീ എന്നാടാ എത്ര കിട്ടിയാലും പഠിക്കാത്തേ? ആഹാ, ഇത് കൊള്ളാലോ. എന്നെ എന്തിനാ തല്ലുന്നേ? ഞാൻ എന്ത് ചെയ്തിട്ടാ? അത് ഒരു ഡാൻസ് പെർഫോമൻസ് അല്ലേ, അല്ലാതെ എൻ്റെ കുടുംബജീവിതമൊന്നും അല്ലല്ലോ ഇമാതിരി ഇതിടാനായിട്ട്. ഇത് ഒറ്റ വീക്കങ്ങ് വെച്ചെന്നുണ്ടല്ലോ അവൻ്റെ ഒരു കുടുംബജീവിതം. എടാ ഭാഗ്യത്തിനാ ഫാമിലീസിലെ ബാക്കി റിലേറ്റീവ്സ് എല്ലാം പെട്ടെന്ന് ഞാൻ പോയത്. അതുകൊണ്ട് അധികം ആളുണ്ടായിരുന്നില്ല.
ഓ അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അയ്യോ എന്ത് കാണാമായിരുന്നെന്ന്? അല്ല ഞാൻ എന്ത് ചെയ്തിട്ടാ വെറുതെ കിടന്ന് എന്നെ? നീ എന്തിനാ എവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ? എന്നിട്ടിങ്ങനെ മാറി നിന്നൊക്കെ സംസാരിക്കുന്നു? എന്താടാ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കാൻ മാത്രം എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? പിന്നെ നിന്റെ ഡാൻസ് കൊള്ളായിരുന്നു. നിന്നെ ഇവിടെ ഋഷി വിളിക്കുന്നുണ്ട് മുസാനെ, ചെല്ലാൻ നോക്ക്. എന്നെയോ? ആ ഓക്കെ ഓക്കെ. എന്നാ ഞാൻ പോവാ തൃശ്ശൂല. എടാ ഞാൻ പോവാ, നിങ്ങൾ വന്നാൽ മതി. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എൻ്റെ ഡാൻസ് കൊള്ളായിരുന്നെന്ന്? ഏത് പോർഷൻ ഇഷ്ടപ്പെട്ട ഇകാശിന്? ഞാനും അനുവും കൂടെ ഉള്ളതാണോ അതോ ഞാൻ കളിച്ചതാണോ? അപ്പോൾ ഇകാശ് എൻ്റെ ആഗ്രഹം സാധിച്ചു തരുമോ? നിൻ്റെ ആഗ്രഹം സാധിച്ചു തരണോ വേണ്ടെന്നൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ. നീ മുസാനുമായിട്ട് എന്താ ഇവിടെ സംസാരിച്ചോണ്ടെന്ന്? അല്ല നീ മുസാനുമായിട്ട് എന്താ റിലേഷൻ? ഇതിന് മാത്രം നിങ്ങൾക്ക് മാത്രം സംസാരിക്കാനായിട്ട് എന്താ ഉള്ളേ? എന്ത് റിലേഷൻ? അതെ മുസാനേട്ടൻ എൻ്റെ ഏട്ടനാ. പക്ഷെ മുസാനേട്ടന് ഞാൻ അനിയനെ പോലെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത് മുസാനേട്ടന് മാത്രമേ അറിയാവൂ. പിന്നെ സംസാരിച്ചെന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഡാൻസ് കളിച്ചില്ലേ, അത് മുസാനേട്ടൻ പറയാ ഭയങ്കര ഓവറായിപ്പോയി, അത് പറഞ്ഞതാ. അല്ല വേറൊന്നും പറഞ്ഞില്ല. ഓ അപ്പം നിനക്ക് ഡൗട്ടുണ്ട് അവന് നീ അനിയനെ പോലെ ആണോ എന്ന്. പിന്നെന്തിനാ അവനോട് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് ഒറ്റയ്ക്കൊക്കെ മാറിയെന്ന് സംസാരിക്കുന്നത്? വേറൊരാളോട് ഐ ലവ് യു പറഞ്ഞിട്ട് വേറൊരാളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനാരോട് ഐ ലവ് യു? ഇല്ല. പക്ഷെ ഇക്കാശ് കണ്ടില്ലേ എന്നെ മുസാനായിട്ട് വലിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേ. ഓ വലിച്ചോണ്ട് വന്നാൽ നീ കൂടെ വരുമോ? ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്. അല്ലാതെ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണെന്ന് നീ വിചാരിക്കരുത്. രാത്രി റൂമിലോട്ട് വരുമല്ലോ അല്ലേ? നമുക്ക് കാണാം, വിശദമായിട്ട് കാണാം കേട്ടോ. ഇപ്പം ഏതായാലും വാ അങ്ങോട്ട്. ഇതെന്തൊരു കഷ്ടമാണ്. ഇതിപ്പോൾ ആരെന്ത് ചെയ്താലും കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിൽ തന്നെയാണല്ലോ. ഒരു ഡാൻസ് കളിച്ച് ഇത്രയും വലിയ തെറ്റാണോ? എനിക്കൊരു ഡാൻസ് കളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ വീട്ടിലില്ല. ഈ മുസാനേട്ടൻ കാരണം ഇനി ഈ കാലമായിട്ട് നിക്കാശിനി എന്നെ എന്തൊക്കെ ചെയ്യുമെന്തോ. പിടിച്ച് കിസ്സടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു ദൈവമേ. എന്നതാടാ നിനക്ക് ഈ ഇടയായിട്ട് നിനക്ക് കുറച്ച് കെയറിങ് പ്രോസസ്സ് കൂടുതലാട്ടോ. പറഞ്ഞിട്ടൊക്കെ തുടയ്ക്കണം, പേടിച്ചു പോയി. അല്ലെങ്കിൽ നിന്റെ വായിലെന്താ എന്റെ ഇവിടെ കേൾക്കാന്ന് പറയാൻ ഒരു റൊമാൻറ്റിക് വേ? ആരെ കാണിക്കാനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അവിടെ നിന്ന് പൊള്ളുന്നുണ്ട്. എന്താ നടക്കാൻ പോകുന്ന മാത്രം ആലോചിച്ച് മോയിനി പേടിച്ചാൽ മതി കേട്ടാ. ഇപ്പൊ ആണെങ്കിൽ അവൻ നിന്നെ അറുത്ത് വയ്ക്കും. അവ ഇനി ഏതായാലും എന്നെ അറുത്ത് വയ്ക്കത്തില്ല. കാരണം ഞാൻ അവനെ അങ്ങ് കെട്ടാൻ പോവാം തീരുമാനിച്ചു. ഇക്കാശ് അപ്പയോട് പറഞ്ഞു. അപ്പയ്ക്ക് പൂർണ്ണ സമ്മതം. എൻ്റെ ആകെ ഉണ്ടായിരുന്ന വിഷമം തീർന്നു. ഇനി ഞാൻ അവനെന്തിനു കളയണം? എനിക്ക് അവനെ ഇഷ്ടമാണ്, അവൻ എന്നെ ഇഷ്ടമാണ്. സോ ഞങ്ങളുടെ കാര്യം ഓൾമോസ്റ്റ് ഫിക്സഡ് ആണ്. ഇന്ന് അവനെ കൊണ്ട് ഞാൻ ഫാം ഹൗസിൽ പോകും. അവിടെ പോയിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞതിനൊക്കെ അവനോട് സംസാരിച്ച് അവനെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. അതുവരെ അവൻ നിന്നൊന്ന് ചൂടായി പൊള്ളട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് കേട്ടാ. സീരിയസ്ലി അങ്ങള് സമ്മതിച്ചോ? എന്തൊക്കെയായിരുന്നു എൻ്റെ പൊന്നുമോനെ ഋഷി നിന്റെ പ്രകസനം. അങ്കിള് സമ്മതിക്കത്തില്ല, ആന ചേന മാങ്ങ. ഇപ്പൊ എന്തായി? അന്നേരമേ ഞാൻ പറഞ്ഞതാ. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി നീ അവനെ മെരുക്കിയെടുക്കാൻ 5-6 പാടുപെടും. മേ ബി. പക്ഷേ അങ്ങനെ പാടുപെടുന്നതിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതാ കുറച്ചുകൂടി ജലസേറ്റി കൊടുത്തത്. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ കാണുന്നില്ല. എവിടെ പോയി? ഈ ചെറുക്കൻ ഈ ജലസില് വല്ല കടുങ്കയും ചെയ്യൂടി.
ആ നന്നായി. ഇപ്പൊ അവൻ താനെ അടിച്ചതല്ല, നീയായിട്ട് അവനെ കൊണ്ട് ജലസ് അടുപ്പിച്ചതാ. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് പൊന്നുമോൻ തന്നെ പൊന്നുമോനെ കാമുകനെ പോയി തിരക്കാൻ നോക്ക്. ഇല്ലാന്നുണ്ടെങ്കിലേ ഏതെങ്കിലും കുളത്തിൽ കയറി ചാടുവൻ. അമ്മാതിരി ടെമ്പർ തെറ്റിയാ നിൽക്കുന്നുണ്ട്. ഓ ഷിറ്റ്, ഞാൻ നോക്കട്ടെ, നീ കഴിക്കുക. എന്നാലെയോ ഇതെവിടെ പോയി? ആ ഋഷി, നീ എന്നെ തിരക്കിയായിരുന്നോ? അല്ല, എന്നോട് ഇക്കാശ് പറഞ്ഞു നീ എന്നെ തിരക്കിന്ന്. എന്തിനാ തിരക്കിയ? ഞാനോ? ഇല്ലടാ, ഞാൻ തിരക്കില്ല. നീ ചൈതൂനെ കണ്ടായിരുന്നോ? ഇല്ല, കണ്ടില്ല. ആക്ച്വലി ഞാനും അവനെ തിരക്കിയാ നടക്കുന്നേ. നിന്നെ കാണുമ്പോൾ ചോദിക്കാന്ന് വിചാരിച്ചു. പക്ഷെ ചൈതൂനെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് പോയതാ. കൃഷ്ണ ബാത്റൂമിൽ പോവാന്ന് പറഞ്ഞപ്പോ ഞാനാ ചൈതൂനെ അവിടെ ഇരുത്തിയിട്ട് പോയത്. ഇതിപ്പോ കാണുന്നില്ല. എന്താടാ, എന്തു പറ്റി? രണ്ടുപേരും ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നേ, എന്താ കാര്യം? എടാ, അത് ചൈതൂനെ കാണുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഞാൻ കുറച്ച് അവൻ്റെ മുമ്പ് വെച്ച് കുഷിയായിട്ട് ഫ്ലേർട്ട് ചെയ്തതല്ല, കുഷിയുടെ ചീക്കിലിരുന്ന കേക്ക് ഞാൻ കുറച്ച് തുടച്ചു കൊടുത്തായിരുന്നു. അത് ചൈതു കാണുന്നുണ്ടെന്ന് കണ്ടിട്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. അത്രയും നേരം അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് കാണാതായി. എവിടെ പോയെന്ന് അറിയത്തില്ല. കൃഷ്ണ എവിടെ? അവൻ്റെ ഫ്രണ്ട്. എടാ കോപ്പൻ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അങ്ങനെ ചെയ്യില്ലെന്ന്. ചെറുക്ക് ഇതിവിടെ ഇതോ കൃഷ്ണ. ഗഷ്. അല്ല, ആക്ച്വലി ഞാൻ ചൈതു തിരക്കി നടക്കുമായിരുന്നു. ഞാൻ ബാത്റൂമിൽ പോയി വന്നപ്പോൾ തൊട്ട് നോക്കുക, അവനെ കാണുന്നില്ല. ഞാൻ മുസാനെ ഏൽപ്പിച്ചിട്ടല്ലേ പോയേ. അവനിവിടെ. ഞാൻ വെച്ച് നിന്നോട് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു നേരം ഇരുന്നത്. പിന്നെ നീ അവിടെ നിന്ന് ഒറ്റയ്ക്ക് വരുന്നുണ്ടപ്പോഴാ നിന്റെ കൂടെ അവ ഇല്ലാന്ന് മനസ്സിലായ. അപ്പൊ തൊട്ട് തിരക്കി കിടക്കുക. ചൈതു ഇവിടെ. അപ്പൊ നീയും കണ്ടില്ലേ? എടാ, ഞങ്ങളെല്ലാരും അവനെ തിരക്കിയാ നിൽക്കുന്നേ. ഇനി നോക്കൊരു സ്ഥലമില്ല. എന്നാൽ ഈ ചെറുക്കൻ ഇതെവിടെ പോയി? ഹലോ മൈ ചെക്ക്. ഹലോ മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. I know, I also know how to impress my crush. Yes, ഇപ്പോൾ he's my crush. ബോയ് ഫ്രണ്ടും ഹസ്ബൻഡും ഒക്കെ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്നെ വേണ്ട. അതുകൊണ്ട് നിലവിൽ ഹീസ് മൈ ക്രഷ്. എനിക്ക് മാത്രം വികാരവും എനിക്ക് മാത്രം ആഗ്രഹമുള്ള ആൾ അപ്പോൾ എൻ്റെ ക്രഷാണ്. യെസ്, ഓഫ് കോഴ്സ് ഹീസ് മൈ ക്രഷ്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യമൊന്നുമല്ല, ഞാൻ എൻ്റെ ഋഷിയുടെ ബർത്ത്ഡേക്ക് ഒരു ഡാൻസൊക്കെ പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ വല്ല അറിയാന്നുള്ള എന്തെങ്കിലും കാണിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും 2-3 പെഗ് അടിച്ചുകൊണ്ട് എന്നെ നാട്ടുകാരെ എന്ത് ചെയ്യാൻ ഞാനെന്താ പറയുന്നേ? താൻ ആരാ? നിങ്ങളൊക്കെ ആരാ? എന്തായാലും ഞാനൊരു ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചു. സാധാരണ ഈ ബണ്ണി ഡ്രീമേഴ്സിൽ എന്തെങ്കിലും ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലുമൊക്കെ വന്നാലോ എൻ്റെ ഡാൻസ് ഒഴിവാക്കിയിട്ട് ഒന്നും നടക്കൂല. നിങ്ങളെന്ത് വിചാരിച്ച് ആ തൃശ്ശൂരിൻ്റെ ഡാൻസ് മാത്രം കണ്ടാൽ മതി എന്നാ? ഈ ചൈതുവിൻ്റെ ഡാൻസും കൂടെ കണ്ടിട്ട് പോയാൽ മതി. എടി സെല്ലനെ, എടി ഗിഗേസിൻ്റെ പി എവിടെടി? നീ വാ, വിളിച്ചു പറ. ശല അനൗൺസ് ചൈതന്യ റായ്ചന്ദ് ചൗധരി കമ്മിങ് ടു ദി സ്റ്റേജ്. തൃശ്ശൂരിൻ്റെത് നീ അനൗൺസ് ചെയ്തില്ലേ? അതേ പവറോട് കൂടി അനൗൺസ് ചെയ്യും. ഐ നോ ഹൗ ടു സെഡ്യൂസ് മൈ ഓഡിയൻസ്. കമാൺ. ഇത് പണിയാവും. എടാ, ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളതാ. ഇപ്പം വല്ലോ എനിക്ക് കയ്യും കാലം വിറയ്ക്കോ. ഏത് നേരത്താണാവോ? എടാ, ആരെങ്കിലും ചെന്ന് പിടിച്ചു മാറ്റിയെങ്കിലും ചെയ്യും. പിടിച്ചു മാറ്റാനാ? എന്തിന്? നീയായിട്ട് വരുത്തി വെച്ചല്ലേ? അപ്പം നീ തന്നെ അനുഭവിക്കണം. പിന്നെ ഇപ്പോഴാണ് ചെന്ന് അവനെ പിടിച്ചു മാറ്റാൻ പോയി കഴിഞ്ഞാൽ അവ ഇതിനെ
ഇതിനേക്കാൾ അപ്പുറത്തിൽ ഇവിടെ കിടന്ന് ബോറാണിക്കും. അത് കാണുന്നേക്കാളും നല്ലതും അത് കണ്ടിട്ട് നാട്ടുകാരും വീട്ടുകാരും പേടിക്കുന്നേക്കാളും നല്ലതാണ് അവൻ ഡാൻസ് കളിക്കുന്നത്. അതെ, അവൻ ആവശ്യത്തിന് ഡാൻസൊക്കെ അറിയാം, അത് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് അവൻ എന്തായാലും കിടുക്കിയിരിക്കും. പക്ഷേ അവൻ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇത് നീയായിട്ട് പരത്തി വെച്ചതാ ഋഷി, നിന്നോട് ഞാൻ പറഞ്ഞതാ. അതെ, വെറുതെ ഋഷി നിനക്ക് അവൻ ഇഷ്ടമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാന്നുള്ള കാര്യം തന്നെയാ. അവൻ പിന്നെ ഇന്നലെ നിന്റെ അടുത്ത് എല്ലാ കാര്യം തുറന്നു പറഞ്ഞതെന്ന് ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്ത് വേണമായിരുന്നു? ഞാനും അവനും കൂടി കാണിച്ചേക്ക് അഭിനയാന്നൊക്കെ നീ അറിഞ്ഞല്ലോ. പിന്നെ ഇവരെ പപ്പയ്ക്ക് ഇഷ്ടമല്ല, പപ്പയ്ക്ക് ഇഷ്ടമുണ്ടോ ഇതൊന്നും അറിയാണ്ട് എല്ലാം നീ തന്നെ സ്വന്തമായിട്ട് തീരുമാനിച്ച് സ്വന്തമായിട്ട് നീ തന്നെ എല്ലാം തലയിൽ കയറ്റി വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒന്ന് പേടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നീയായിട്ട് വരുത്തി വെച്ചതാ. അറ്റ്ലീസ്റ്റ് അങ്കിളിന്റെ മനസ്സിൽ എന്താണെന്നോ അല്ലെങ്കിൽ എവരുടെയൊക്കെ മനസ്സിൽ എന്താണെന്നെങ്കിലും നീ തിരക്കണമായിരുന്നു. എന്നിട്ട് വേണം നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടാനായിട്ട്. ഫീലിങ്സ് ഉള്ള ഒരാളുടെ അടുത്ത് ഇല്ല എന്ന് കള്ളം പറയാ, എന്നിട്ട് അതൊന്നും പോരാഞ്ഞിട്ട് അവനോട് ഒരു ഫീലിങ്സും ഇല്ലാത്ത പോലെ പെരുമാറുക. എന്നിട്ട് ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. എത്ര വർഷമായി അവ അങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ട്? ഇത് നീയായിട്ട് വരുത്തി വെച്ചല്ലേ, അനുഭവിച്ചോ. ഋഷി റിലാക്സ്. നിനക്ക് ചൈതുവിനെ അറിയാമല്ലോ, അവൻ പോയ എവിടം വരെ പോവും. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവനറിയാം. അതുകൊണ്ട് പോയി പിടിച്ചു മാറ്റാനോ അതിനൊന്നും നിൽക്കണ്ട. എന്തായാലും അവൻ കുടിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റി വെച്ച് അവൻ ഒരു ഡാൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഫ്ലാറ്റാ. അന്നേരം നീ അവനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഫാം ഹൗസിൽ പോയിക്കോ. പിന്നെ രാവിലെ ബോധം വന്നിട്ട് എല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി എടുത്തോണ്ട് വന്നാൽ മതി. അതുവരെ അവൻ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. ഏതായാലും ഓൾമോസ്റ്റ് ഫാമിലി മെമ്പേഴ്സൊക്കെ പോയി. ഇപ്പം ഇവിടെ അവൻ്റെയും നമ്മുടെയും ഫ്രണ്ട്സും കൊളീഗ്സൊക്കെ മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ നമ്മളെയൊക്കെ അറിയാമല്ലോ. പിന്നെന്താ, നീ ടെൻഷൻ ആവാതെ അവൻ എന്താന്ന് വെച്ചാൽ കാണിക്കട്ടെ. എടീ ചെല്ലേ, നിന്റെ അടുത്ത് ഞാൻ 16 പ്രാവശ്യം പറഞ്ഞോടി അനൗൺസ് ചെയ്യാൻ. വിളിച്ചു പറയടി ഞാൻ ഡാൻസ് കളിക്കാൻ പോവാന്ന്. എവിടെയുള്ള മുതലാളി? എടാ അനിയെ പോട്ട ഇതാശേ, നിന്റെ ദേഷ്യമൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. എടാ പറയടാ നിന്റെ പേരെടുത്ത് അനൗൺസ് ചെയ്യാൻ. പറയാൻ പോ ചെയ്തു. സെലിൻ അനൗൺസ് ചെയ്യേ. അവൻ ഡാൻസ് കളിക്കാൻ പോകുന്ന പറഞ്ഞു കേട്ടില്ലേ? താനിത് എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ചെയ്തേ അളിയാ. ഇതിനെല്ലാത്തിനും കാരണം ഋഷിയേട്ടനാ. പാവൻ്റെ ഡോക്ടർ നല്ല വിഷമായി കാണും അല്ലേ? എന്തൊരു കഷ്ടതാ. ഇത്തിരി മനസ്സാക്ഷിയുള്ള ആൾക്കാർ പ്രേമം ഉണ്ടായിട്ടും പ്രേമം ഇല്ലെന്ന് പറയോ? അത് ശരിയാ. മനസാക്ഷിയുള്ള ആരെയും പറ്റിക്കാൻ നോക്കത്തില്ല. നീ തമാശക്ക് ഇഗാഷിനോട് ഇഷ്ടാന്ന് പറയുന്നെന്ന് പറഞ്ഞിട്ടാ, ഞാൻ അങ്ങനെ ഒരു ഐഡിയ തമാശക്ക് എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു തന്നത്. അത് ഇഗാഷ് റിജക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ അവിടെ അനു എന്ന് പറഞ്ഞ കൊച്ചിൻ്റെ കൂടെ ഡാൻസ് കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഇഗാഷിന്റെ എക്സ്പ്രഷൻസും വെപ്രാളവും ഒക്കെ കണ്ടിട്ട് അവനത് തമാശക്ക് എടുത്ത പോലെ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ബി കെയർഫുൾ. ആരുടെയും ഫീലിങ്സ് വെച്ച് മാക്സിമം കളിക്കാതിരിക്കാനേ നോക്കൂ. എന്നാ എൻ്റെ അളിയൻ കേട്ടോ, ഞാൻ ഇഗാഷിനെ പറ്റിക്കൊന്നുമല്ല. എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ അളിയൻ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഒരിക്കൽ എന്നോട് ചോദിക്കണ്ടേ ഞാൻ തമാശയ്ക്കാണോ പറഞ്ഞത് കാര്യമായിട്ടാണോ പറഞ്ഞതെന്ന്? ഞാനേ പുള്ളിക്കാരൻ്റെ കൂടെയുള്ള ഓരോ മൊമെൻറ്റ്സും എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈഫ് ലോങ് കൂടെ വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനു മുമ്പേ എനിക്ക് മറ്റേ പുള്ളിക്കാരനെ കണ്ടുപിടിച്ച് ഒരു സോറി പറയണമെന്നുണ്ട്. അത് നടക്കുവാണെങ്കിൽ ഐ എം സോ ഹാപ്പി. പിന്നെ എനിക്ക് കണ്ണും പൂട്ടി ഈ ഗഷായിട്ടുള്ള ലൈഫ് സ്വപ്നം കാണാം. അതാ ഇപ്പം ഞങ്ങൾക്കിടയിൽ ഒരു തടയായിട്ട് നിൽക്കുന്നത്. നോക്കട്ടെ, എനിക്ക് ഏതായാലും മുസാനേട്ടൻ വാക്ക് തന്നിട്ടുണ്ട് ആ പുള്ളിയെ കണ്ടുപിടിച്ച് തരാമെന്ന്. അങ്ങനെ കണ്ടുപിടിക്കുവാണെങ്കിൽ അപ്പം തന്നെ പുള്ളിക്കാരനോട് ഞാനൊരു സോറി പറയും. എന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞവന്ന് ഇഗാഷിനോട് ഒന്നും കൂടി നല്ല രീതിയിലൊരു ഐ ലവ് യു പറയും. ഇപ്പം തന്നെ ഞാൻ ഒരു 10,000 പ്രാവശ്യം പറഞ്ഞു. എന്തായാലും ഒന്നും കൂടി ഒരു ഫോർമലി ഒരു ഐ ലവ് യു പറയണം. ഇനി ഇഗാഷ് എന്നെ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഐ നോ ഹീ ഈസ് എൻഗേജ്ഡ്. പക്ഷേ എനിക്കെന്താ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. എനിക്ക് ഇഗാഷിന് ഇഷ്ടമാണ്. ഞാനത് ഓൾറെഡി പറയുകയും ചെയ്തു. പുള്ളിക്കാരൻ ഞാൻ പ്രപ്പോസ് ചെയ്യുമ്പോഴൊക്കെ പറയും ഐ എം എൻഗേജ്ഡ് എന്ന്. അപ്പോഴൊക്കെ ഞാൻ പറയും സോ വട്ട് ഐ ലവ് യു എന്ന്. അതിനിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി എൻഗേജ്ഡ് അല്ല, കെട്ടി അങ്ങനെ 2 കുട്ടികളായാലും ഞാനങ്ങനെ തന്നെ പറയും ഐ ലവ് യു എന്ന്. അപ്പോൾ ശരി, ഞാൻ എൻ്റെ ഡോക്ടറുടെ ഡാൻസ് കണ്ടിട്ട് വരാം. ജലസടിച്ച് പണ്ടാരടങ്ങി അങ്ങേരെ കളിക്കാൻ പോവാം. അതിന് കണ്ടില്ല എന്ന് വേണ്ട, പോട്ടെ. എന്റെ ദൈവമേ, ഇവൻ പറഞ്ഞേക്ക് സത്യമാണോ? അതോ ഇനി എന്റെ ഞാൻ കേട്ടതിന്റെ കുഴപ്പമാണോ? അപ്പൊ അവന് ശരിക്കും ഇഗാഷിന് ഇഷ്ടാ? അയ്യോ, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഇഗാഷിനും അവന് ഇഷ്ടമെന്നാ തോന്നുന്നത്.
അങ്ങനെയാണെങ്കിൽ സാറ എന്റെ അമ്മ ഇത് മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ. സാറയുടെ കാര്യം പോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിഷ്ണു അച്ഛൻ ഈ ചെറുക്കൻ ഇത് എന്തറിഞ്ഞിട്ടാ? ഓ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ എനിക്ക് മാത്രം അറിയത്തുള്ള. ഓ, ഇവിടെ ഉള്ളവരൊക്കെ മുഖം കണ്ടിട്ട് ഒരു മാങ്ങാ തൊലി അറിഞ്ഞോണ്ടെന്നാ തോന്നുന്നേ. ഓ, എന്റെ ഉള്ള സമാധാനങ്ങൾ കഴിഞ്ഞിട്ട് അവൻ പോയും പറഞ്ഞ് ഡാൻസ് കാണാൻ. എങ്ങനെയെങ്കിലും ജൈതു ഋഷി സെറ്റായെന്ന് വെച്ച് സമാധാനപ്പെട്ട് നിൽക്കുമ്പോഴാ അടുത്ത തീ കോരിയിട്ട് എന്നിട്ട് പോയത് തെണ്ടി. അളിയനായ ഇങ്ങനെ വേണം. Okay, fine. Guys, next we welcome Chaitanya Raichan Chaudhary for a wonderful dance. Madhiyo Chaitanya? മതി കൊള്ളാം. അപ്പം ശരി, നീ വെക്കോ, ബാക്കി ഞാൻ ഏറ്റു. ഡാ, ഏതെങ്കിലും ഒരു ഇടിവെട്ട് തമിഴ് പാട്ടിട്. ഞാൻ തൃശ്ശൂർ, നീ മലയാളമല്ലേ കളിച്ചേ മോനെ? അതെ അവൻ മലയാളം കളിച്ചേ. അപ്പം ഞാൻ തമിഴ് കളിച്ച ആൾക്കാരെ വീഴ്ത്താൻ പറ്റുമോ നോക്കട്ടെ. എനിക്കും പറ്റൂടാ സെഡ്യൂസ് ചെയ്യാനും സ്നേഹിക്കാനും പ്രേമിക്കാനും ഫ്ലേർട്ട് ചെയ്യാനൊക്കെ. ഇപ്പം കണ്ടോ, ഇവിടെ നിൽക്കുന്ന എല്ലാവരും എന്നെ നോക്കുന്ന രീതിയിൽ അല്ല, എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഞാൻ കളിക്കും. കണ്ടോ ഡോ, അവനെന്താ പറയുന്ന വെച്ചാൽ അത് ഇട്ട് കൊടുക്ക്. തമിഴെങ്കിൽ തമിഴ് ഇട്ട് കൊടുക്ക്. ദൈവമേ, ചെറുക്കം കുളമാക്കുമോ? എൻ്റെ ചേട്ടൻ സൂപ്പറാ.
ഫൈനലി. എടാ ഇക്കാശ്, നാളെ ഞാൻ പോവും. എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ തിരക്കാനുണ്ട്. ഒരാൾക്ക് ഞാൻ പ്രോമിസ് കൊടുത്തതാ, അതിൻ്റെ ആവശ്യമായിട്ടാണ് പോകുന്നത്. പിന്നോട് ഇപ്പോഴൊന്നും ഇനി എന്നെ നോക്കണ്ട. ഒരു 1 വീക്കിന് ശേഷം ഞാൻ വരും. അന്ന് തന്നെ ഒരു 2 ദിവസത്തേക്ക് ഇവിടെ നിർത്തിയിരിക്കണം. അതെന്ത് പറച്ചിലാടാ, നിന്നെ ഞാൻ നിർത്താതിരിക്കോ? നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? പോരാൻറ്റ് എനിക്ക് എന്താവശ്യം വന്നാലും നീയാ വെളിപ്പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. ഋഷി, ചൈതു ഇവിടെ? അവൻ കാറിലുണ്ട്. ഞാൻ ഡയറക്റ്റ് കാറിൽ കൊണ്ട് ഇരുത്തിയതാ. ഇനി അങ്ങ് പോയാൽ മതിയല്ലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ല, ആര്യവും ആൻറ്റിയും ഇപ്പം ഇറങ്ങുവാണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ? അയ്യോ ഇല്ല ഋഷി, ഇത്രയും നേരം തന്നെ അവർക്ക് ഡൗട്ട് കൊടുക്കാണ്ട് ഞങ്ങൾ ഇവിടെ വന്നത് നിന്നതും തന്നെ എന്തോ മഹാഭാഗ്യ. ഇപ്പം തന്നെ ഒരു 110 കോള് വന്നാണ്, വീഡിയോ കോളും അല്ലാത്ത കോളൊക്കെ ആയിട്ട്. എവിടെ പോയാലും ആ മനുഷ്യനൊരു സമാധാനം കാണത്തില്ല. ഇനി കുറച്ചുകൂടി ഇവിടെ നിന്നാൽ അത് മതി, ഡൗട്ട് അധികമാവാനായിട്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങാം. പിന്നെ ത്രിലോക് വന്നാണ്, അവന് ഫുഡ് എന്തെങ്കിലും ആക്കി കൊടുക്കണം. അതെല്ലാം പോയിട്ടാ. എന്നാൽ ഞങ്ങളും ഇറങ്ങുക. പിന്നെ ഈ കാശിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കറിയാം തൃശ്ശൂരിനെ ഇവിടെ വെറൊരു സർവൻ്റായിട്ടാണ് ബെറ്റ് വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. പക്ഷേ അവൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഇനി അവനെ ചീത്ത പറയാൻ നിൽക്കണ്ട. അത് ഞാനായിട്ട് എടുത്തുകൊണ്ടുവന്നതാണ്. അവൻ വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഈ കാശൊന്നും പറയത്തില്ലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് കൊണ്ടുവന്നത്. അതുമാത്രമല്ല കുറച്ച് മയത്തിലൊക്കെ അവനോട് പെരുമാറണേന്നും കൂടെ പറയാനാ. മോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അവൻ 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 അഡ്ജസ്റ്റ് ചെയ്തോളൂ. എൻ്റെ അമ്മയോട് ആരും പറഞ്ഞു ഞാനിവിടെ സാഡാന്ന്? ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാ. അമ്മ ഈ ആരെങ്കിലും പറയുന്ന പൊട്ടിത്തെറിയൊന്നും വിശ്വസിക്കല്ലേ. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അച്ഛൻ കുപ്പിന്ന് വന്ന ഭൂതത്തിനെ പോലെ എനിക്ക് പണി തന്നുകൊണ്ടിരിക്കും. അത് വെച്ച് നോക്കുമ്പോൾ ഇക്കാശ് പാവാ അമ്മേ. ഞാനിവിടെ ഭയങ്കര ഹാപ്പിയാ, അല്ലേ ഇക്കാശേ? അത് ശരിയാ. ഇവൻ കാരണം ഇവിടെ ഉള്ളവർക്ക് പണി കിട്ടാണ്ടിരുന്നാ മതിയായിരുന്നു. ഇപ്പൊ തന്നെ ഏകദേശം അറ്റ്ലാസ്റ്റ് വരെ പണി കിട്ടി നിൽക്കും എല്ലാവരും. മുസാനേട്ടാ, എൻ്റെ ഇന്ന് മേടിക്കുവേ. മതി മതി മതി. ഇല്ല ആൻറ്റി, അവനെ സ്നേഹിക്കല്ലാതെ ആരും ഇനി ഉപദ്രവിക്കുകയൊന്നും ചെയ്യത്തില്ല. അതോർത്ത് ആൻറ്റി ടെൻഷൻ ആവണ്ട. ഇത് ഇക്കാശിൻ്റെ വാക്കാം. ആൻറ്റി ധൈര്യമായിട്ട് പോയിട്ടോ. ഋഷി, നീയും ചെല്ലാൻ നോക്ക്. അവന് ബോധം വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൺവീൻസ് ആക്കി രണ്ടുപേരും ഇങ്ങ് എത്തണം, കേട്ടല്ലോ? അധികം വൈകണ്ട, ചെല്ല്. അതെ അതെ. എന്നിട്ട് വേണം നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് എന്തെങ്കിലും കള്ളം പറഞ്ഞ് വിഷ്ണു അച്ഛനെ പറ്റിച്ചിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. കല്യാണത്തിന് എന്തായാലും വിടൂല. മതില് ചാടിയെങ്കിലും ഞാൻ വന്നിരിക്കും. അതാ എൻ്റെ ഇപ്പോഴത്തെ പ്ലാനിങ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ പിന്നെ അളിയൻ എൻ്റെ കല്യാണത്തിന് മതിൽ ചാടേണ്ടി വരുമല്ലോ അളിയാ. ചക്ക മൊട്ടേന്ന് വരുന്നില്ല, അപ്പോഴും അവൻ്റെ ഒരു കല്യാണം. അല്ല, നിന്റെ കല്യാണത്തിന് തന്നെ നിന്റെ അളിയൻ മതില് ചാടുന്നേ എന്താ? നീ ഇങ്ങോട്ടാണ് കെട്ടി വരാൻ പോകുന്നേ, അല്ലല്ലോ? എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മക്കളെ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. തൃശ്ശൂലെ വെറുതെ ഇഗാഷിനെ ദേഷ്യം പിടിപ്പിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് വായിരിക്കുന്നൊന്നും കേൾപ്പിച്ച് വെക്കരുത്. നിന്റെ ഈ വാ അടച്ചിരുന്ന ഒരു പ്രശ്നമല്ല, കേട്ടല്ലോ? നിന്റെ അച്ഛനെ പോലെ കൊല 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 കിടന്ന് സംസാരിക്കാതിരുന്നാൽ മതി, മനസ്സിലായോ? അവൻ ഇനി കൊല കൊല ഒന്നും സംസാരിക്കൂല ആൻറ്റി. ആൻറ്റി ധൈര്യമായിട്ട് വെക്കോ. പിന്നെ അവനെ ഇനി ഞാൻ തറയിലും തലയിലും വെക്കാതെ നോക്കിക്കോളാം. ആൻറ്റി പോയിട്ടോ. ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ദൈവമേ, ഇതിപ്പോ എനിക്കാണല്ലോ ടെൻഷൻ കൂടുതൽ. എല്ലാം അറിയാവുന്ന ഒരുത്തൻ ഞാൻ മാത്രമായല്ലോ ദൈവമേ. അയ്യോ.